അയ്യോ അമ്മ അതിനകത്ത് ഇടില്ലേ അമ്മ, ഇതൊന്നും ഇതിനകത്ത് ഇടാൻ പാടില്ല. ഇതേ ഞാൻ ഈ കൊണ്ടുവന്നേക്കുന്ന ഒരു സ്റ്റീലിന്റെ പാത്രമാണ് കേട്ടോ. ഇതിനകത്തോട്ട് വേണം നമ്മൾ ഇതുപോലുള്ള പുളിയുള്ള ഫുഡും ഫ്രൂട്ട്സും ഒക്കെ ഇടാനായിട്ട്. ആക്ച്വലി ഈ പുളിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സിട്രിക് ആസിഡാണ്. ഓക്കെ, ഇതിന് നമ്മുടെ നാട്ടിൽ എന്തോ പറയുന്നത്, കമ്പിളി നാരങ്ങയെന്നും പപ്പനാസ് എന്നൊക്കെ അല്ലേ. അപ്പോൾ ഇതിനകത്തുള്ള ഈ ഒരു ആസിഡ് ഈ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നല്ല, നല്ലോണം റിയാക്ട് ചെയ്യും. അതുകൊണ്ടാണ് ആക്ച്വലി പുളിപ്പുള്ള സാധനങ്ങളൊന്നും ഇതുപോലത്തെ അലൂമിനിയം പാത്രത്തിനകത്തോ കലത്തിനകത്തോ ഇട്ട് വെക്കരുതെന്ന് പറയുന്നത്, കുക്ക് ചെയ്യരുതെന്നൊക്കെ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അലൂമിനിയമായിട്ട് ഇത് റിയാക്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ട് അലൂമിനിയം ലീക്ക് ആവും. അങ്ങനെ ആ ഫുഡ് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലോട്ട് അലൂമിനിയം പോയിട്ട് നമുക്ക് പ്രശ്നങ്ങൾ വരും. പക്ഷേ ഒരു സ്റ്റീലാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഒരു ഹൈ ഗ്രേഡുള്ള നല്ല ഫുഡ് ക്വാളിറ്റിയുള്ള സ്റ്റീലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അലോയ് ആയതുകൊണ്ട് തന്നെ ഇതുമായിട്ട് റിയാക്റ്റും ചെയ്യൂല, ഇതിന് കൊറോഷനും സംഭവിക്കില്ല. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് മാത്രമേ കയറുള്ളൂ, മെറ്റൽസ് ഒന്നും ഉള്ളിലോട്ട് പോകില്ല. ആക്ച്വലി മോഡേൺ ആയിട്ടുള്ള അലൂമിനിയം പാത്രങ്ങളുടെ സർഫസിൽ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് ആനോഡൈസ്ഡ് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ടാവും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൊറോഷൻ കുറയ്ക്കാനും സർഫസിന് നല്ലൊരു ഷൈനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇതിന്റെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫുഡിനകത്തോട്ട് അലൂമിനിയം വരുന്ന ആ ഒരു അളവ് നമുക്ക് വളരെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ WHO പഠനങ്ങളിൽ പറയുന്നുണ്ട്, ഒരു 50 മില്ലിഗ്രാം വരെയൊക്കെ ഫുഡിനകത്തോട്ട് വന്നാലും നമ്മൾ ഇന്ത്യക്ക് ചെയ്താലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളത്. പക്ഷേ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലത്തെ സ്റ്റീൽ സ്ക്രബർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ അകവും പുറവും ഒക്കെ സ്ക്രാച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ആനോഡൈസ്ഡ് കോട്ടിങ്ങിനെയാണ് നമ്മൾ ഡിസ്ട്രക്ട് ചെയ്യുന്നത്. ഒബ്വിയസ്ലി നല്ല രീതിയിൽ അലൂമിനിയം ലീക്ക് ആവുകയും നമ്മുടെ ഉള്ളിലോട്ട് കണ്ടാമിനേഷൻ പോവുകയും ചെയ്യുന്നുണ്ട്.